നക്ഷത്രമണ്ഡലത്തിലെ 27 നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമാണ് രേവതി. ഒരു ചക്രം പൂർത്തിയാക്കി പുതിയൊരു തുടക്കത്തിന് തൊട്ടു മുൻപിൽ നിൽക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ പൂർണ്ണതയുടെയും നിഗൂഢതയുടെയും പ്രതീകമാണ് രേവതി. മീനക്കൂറിലെ ഈ നക്ഷത്രക്കാർ സ്വാഭാവികമായും കാരുണ്യവും വിനയവും തേഞ്ഞ ആത്മവിശ്വാസമുള്ളവരാണ്. നക്ഷത്ര ചക്രത്തിന്റെ അന്ത്യം കുറിക്കുന്ന രേവതിയിൽ ജനിച്ചവർക്ക് മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള അസാമാന്യ കഴിവുണ്ട്. 2026 എന്ന വർഷം ആഗോളതലത്തിലും വ്യക്തിപരമായ തലത്തിലും വലിയ മാറ്റങ്ങൾക്കും പരിവർത്തനത്തിനും സാക്ഷ്യം വഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ വർഷത്തിന്റെ രണ്ടാമത്തെ മാസമായ ഫെബ്രുവരി രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സന്ധിയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ വിതച്ച വിത്തുകൾ മുളപൊട്ടുന്നതും പകുതി വഴിയിൽ ഉപേക്ഷിച്ച സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുകൾ ലഭിക്കുന്നതുമായ ഒരു മാസമായിരിക്കും ഇത്. തണുപ്പ് മാറി വസന്തത്തിലേക്ക് പ്രകൃതി ചുവടുവെക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു പുതിയ ഉണർവ് അനുഭവപ്പെടുന്ന മാസമാണ് ഫെബ്രുവരി. രേവതിയുടെ അധിപൻ ബുധനാണ്. ബുദ്ധിശക്തിയുടെയും ആശയവിനിമയത്തിന്റെയും ഗ്രഹമായ ബുധന്റെ സ്വാധീനം നിങ്ങളുടെ തീരുമാനങ്ങളെ ഫെബ്രുവരി മാസം എപ്രകാരം സ്വാധീനിക്കുമെന്നത് കൗതുകകരമാണ്. ഫെബ്രുവരി മാസം നിങ്ങൾക്ക് വെറുമൊരു മാസമല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ദൂരം അളക്കാനുള്ള ഒരളവ് പോലാണ്. ഒരു വശത്ത് ഉത്തരവാദിത്തങ്ങളുടെ ഭാരം അനുഭവപ്പെടുമ്പോഴും മറുവശത്ത് അവയെല്ലാം വിജയകരമായി പൂർത്തിയാക്കുമ്പോഴുണ്ടാകുന്ന ആത്മസംതൃപ്തി ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും സ്വന്തം ആവശ്യങ്ങൾ മറന്നുപോകുന്നവരാണ് രേവതിക്കാർ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ ഒരു കനൽ പോലെ എരിയുന്നുണ്ടാകാം. ആ കനലിനെ ഊതി ജ്വലിപ്പിക്കാനും സ്വയം കണ്ടെത്താനും ഈ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് അവസരം നൽകുന്നു. സാമ്പത്തികമായ അനിശ്ചിതത്വങ്ങൾ മാറുന്നതും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വാതിൽ തുറക്കുന്നതും കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ഇഴയടപ്പം അനുഭവപ്പെടുന്നതും ഈ ഫെബ്രുവരിയെ പ്രത്യാശ നിർഭരമാക്കുന്നു. എന്നാൽ എല്ലാം ശുഭകരമാണെന്ന് കരുതി അശ്രദ്ധ കാണിക്കരുത്. കടൽ ശാന്തമായി കാണപ്പെടുമ്പോഴും അതിനിടയിൽ ശക്തമായ അടിയൊഴുക്കുകൾ ഉള്ളതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ചില വെല്ലുവിളികൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. ശത്രുക്കളുടെ നീക്കങ്ങൾ, ആരോഗ്യപരമായ ചെറിയ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകൾ എന്നിവ നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. ഇവിടെയാണ് രേവതിയുടെ പക്വതയും ക്ഷമയും പരീക്ഷിക്കപ്പെടുന്നത്. മനസ്സിനെ ശാന്തമാക്കി നിർത്തിക്കൊണ്ട് ബുദ്ധിപൂർവ്വം ചുവടുകൾ വച്ചാൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ മാസഫലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കേവലം പ്രവചനങ്ങൾക്കപ്പുറം നിങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവായി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഗൈഡായി ഇതിനെ കാണുക. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആത്മീയത എന്നിങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഈ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് കാത്തുവച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം നൽകുന്ന ഊർജം എങ്ങനെ വിനിയോഗിക്കണം? തടസ്സങ്ങളെ എങ്ങനെ തരണം ചെയ്യണം? നിങ്ങളുടെ ഭാഗ്യങ്ങൾ എവിടെയെല്ലാം ഒളിഞ്ഞുകിടക്കുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഫെബ്രുവരി മാസത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്ന ചില സുപ്രധാന നേട്ടങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി പ്രയത്നിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യത്തിന്റെ അർഹമായ അംഗീകാരം ഈ മാസം ലഭിക്കും. അത് തൊഴിലിടത്തിലോ അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിലോ ആകാം. മുൻപ് നടക്കില്ല എന്ന് കരുതി മാറ്റിവെച്ച പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ ചില സൂചനകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കോ ഈ മാസം അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. കല, സാഹിത്യം, പ്രഭാഷണം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ വേദികൾ ലഭിക്കാനും പേരും പ്രശസ്തിയും വർദ്ധിക്കാനും ഈ മാസം ഇടയാകും. തൊഴിൽ രംഗത്ത് രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ഇവയെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. മാസത്തിന്റെ രണ്ടാം പകുതിയോടെ ജോലിയിൽ കൂടുതൽ സ്ഥിരതയും സമാധാനവും അനുഭവപ്പെടും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ രേഖകൾ കൃത്യമായി ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം ലാഭകരമായിരിക്കും. എങ്കിലും വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് കൃത്യമായ പഠനം നടത്തണം. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിശ്വസ്തത പുലർത്തുക. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ അനുകൂലമായ സമയമാണ്. പുതിയ ജോലി തേടുന്നവർക്ക് ഈ മാസം മികച്ച അവസരങ്ങൾ വന്നെത്തും. പ്രത്യേകിച്ച് ബാങ്കിംഗ്, IT, അധ്യാപനം എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് നല്ല തുടക്കം ലഭിക്കും. ഇന്റർവ്യൂകളിൽ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ സാധിക്കും. സാമ്പത്തികമായി ഫെബ്രുവരി മാസം മിശ്രഫലമാണ് നൽകുന്നത്. വരുമാനത്തിൽ വർധനവുണ്ടാകും. കുടിശ്ശികയായി നിന്നിരുന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പാരമ്പര്യ സ്വത്തുക്കളിൽ നിന്ന് ആദായം ലഭിക്കാം. വരുമാനം കൂടുന്നതിനൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കണം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനായോ അല്ലെങ്കിൽ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായോ പണം മാറ്റിവെക്കേണ്ടി വരും. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണത്തിന് മുതിരുന്നത് ഈ മാസം അത്ര നല്ലതല്ല. സുരക്ഷിതമായ നിക്ഷേപ പദ്ധതികളിൽ മാത്രം പണം നിക്ഷേപിക്കുക. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾ ഭാവിയിൽ ഗുണം ചെയ്യും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും പരസ്പരമുള്ള സ്നേഹത്തിനും വിശ്വാസത്തിനും കോട്ടം തട്ടില്ല. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. മാസത്തിന്റെ അവസാന വാരങ്ങളിൽ ദമ്പതികൾക്കിടയിൽ നല്ലൊരു ആത്മബന്ധം ഉടലെടുക്കും. ദൂരയാത്രകൾക്ക് പദ്ധതിയിടാൻ സാധ്യതയുണ്ട്.
മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും കൂടെയുണ്ടാകും. മക്കളുടെ കാര്യത്തിൽ അഭിമാനം കൊള്ളുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. വീടിനുള്ളിൽ മംഗളകർമ്മങ്ങൾ നടക്കാനോ അല്ലെങ്കിൽ വിശേഷപ്പെട്ട അതിഥികൾ വരാനോ സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ ആലോചനകൾ വന്നെത്തും. തടസ്സങ്ങൾ മാറി വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. രേവതി നക്ഷത്രക്കാർ പൊതുവെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ്. ഈ മാസം നിങ്ങളുടെ ആത്മീയ ചിന്തകൾ കൂടുതൽ ഉണരും. ധ്യാനം, യോഗ എന്നിവയിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. തീർത്ഥാടന യാത്രകൾക്ക് ഈ മാസം അവസരം ലഭിക്കും. കുലദൈവ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും സമയം കണ്ടെത്തും. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ വലിയൊരു ആത്മസംതൃപ്തി നിങ്ങൾ കണ്ടെത്തും. അന്നദാനം പോലുള്ള പുണ്യപ്രവൃത്തികളിൽ പങ്കുചേരാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കാലുകൾക്ക് വേദനയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ധാരാളം വെള്ളം കുടിക്കുകയും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. അനാവശ്യമായ ആകുലതകൾ ഒഴിവാക്കുക. ഉറക്കമില്ലായ്മ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ഉറക്കം ഉറപ്പുവരുത്തുക. പ്രാണായാമം ചെയ്യുന്നത് ഗുണകരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം കഠിനാധ്വാനത്തിന്റെ സമയമാണ്. ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച ഫലം ലഭിക്കും. അധ്യാപകരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കും. പഠനത്തോടൊപ്പം കലാകായിക മേഖലകളിലും തിളങ്ങാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം. അതിനാൽ സംസാരത്തിൽ മിതത്വവും വിനയവും പാലിക്കുക. യാത്രകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അമിത വേഗത ഒഴിവാക്കണം. വാഹനത്തിന്റെ കൃത്യമായ മെയിന്റനൻസ് ഉറപ്പാക്കുക. സാമ്പത്തിക ഇടപാടുകളിലോ ഔദ്യോഗിക രേഖകളിലോ ഒപ്പിടുമ്പോൾ 2 തവണ വായിച്ചു നോക്കുക. ആഴ്ച തിരിച്ചുള്ള വിശകലനം നോക്കുമ്പോൾ മാസത്തിന്റെ ആദ്യ വാരം സമാധാനപരമായിരിക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. ജോലിയിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. 2ാം വാരം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കുറയരുത്. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. പ്രിയപ്പെട്ടവരിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. 3ാം വാരം ജോലിഭാരം അനുഭവപ്പെട്ടേക്കാം. എങ്കിലും കാര്യങ്ങൾ കൃത്യസമയത്ത് തീർക്കാൻ സാധിക്കും. ദൂരയാത്രകൾ മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കും. മാസാവസാനം വളരെ പോസിറ്റീവായ ഫലങ്ങൾ നൽകും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാകും. മനസ്സിൽ വിചാരിച്ച ഒരു വലിയ കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഭദ്രത കൈവരും. പരിഹാരങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധനെ പ്രീതിപ്പെടുത്താൻ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. ശ്രീകൃഷ്ണനോ മഹാവിഷ്ണുവോ ഇഷ്ടദൈവമായി പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. പച്ചക്കറികളോ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളോ ദാനം ചെയ്യുന്നത് ബുധദോഷം അകറ്റാൻ സഹായിക്കും. ഓം നമോ നാരായണായ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. 2026 ഫെബ്രുവരി മാസം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെയും പക്വതയുടെയും മാസമാണ്. ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും മറികടക്കാൻ സാധിക്കും. കുടുംബത്തിന്റെ പിന്തുണയാണ് നിങ്ങളുടെ വലിയ കരുത്ത്. ആരോഗ്യത്തിലും സാമ്പത്തിക ഇടപാടുകളിലും ജാഗ്രത പുലർത്തിയാൽ വരുന്ന ഫെബ്രുവരി മാസം അതിമനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും.